ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കർക്കിടകത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങളെക്കുറിച്ചാണ്. വീട്ടിലോട്ട് ഐശ്വര്യം വരാനും തടസ്സങ്ങൾ മാറാനും മംഗളകാര്യങ്ങൾ നടക്കാനുമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. കർക്കിടകത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച വരുന്നത് ജൂലൈ 31-ാം തീയതി തൃതീയ തിഥിയോടും അവിട്ടം നക്ഷത്രത്തോടും സൗഭാഗ്യ യോഗത്തോടും കൂടി ചേർന്നതാണ്. അപ്പം ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും അതേപോലെ കൊളുത്തുന്ന ദീപത്തിനുമാണ് പ്രാധാന്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതുമാത്രവുമല്ല, ജൂലൈ 31-ാം തീയതിയാണ് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. ജൂലൈ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു മാസത്തിൻ്റെ തുടക്കത്തിനും ഒടുക്കത്തിനും വളരെയധികം പവറുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ഒരുപാട് പേരൊരു സംശയം ചോദിച്ചിരുന്നു, ഈ വർഷത്തെ വരമഹാലക്ഷ്മി വ്രതം എന്നാണ് വരുന്നതെന്നുള്ളത്. ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞിരുന്നു 21-ാം തീയതിയാണെന്നുള്ളത്. പക്ഷേ കുറച്ച് പേര് പറഞ്ഞു വേറെ എവിടെ നിന്നും അവർ കേട്ടതാവാം 28-ാം തീയതിയല്ലേ, ആഗസ്റ്റ് 28-നല്ലേ എന്നുള്ളത്. നമ്മൾ വരമഹാലക്ഷ്മി വ്രതം ആചരിക്കുന്നത് നമ്മുടെ ഒരു കണക്ക് പ്രകാരം ചിങ്ങമാസത്തിലെ പൗർണമിക്ക് മുൻപ് വരുന്ന വെള്ളിയാഴ്ചയാണ്. ഇപ്പം തമിഴ്നാട്ടിൽ കർണാടകയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ശ്രാവണ മാസം അല്ലെങ്കിൽ ആണിമാസം. അപ്പം ഈ മാസത്തിലെ പൗർണമിക്ക് മുൻപ് വരുന്ന വെള്ളിയാഴ്ച, ചിങ്ങമാസത്തിലെ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ പൗർണമി വരുന്നത് 2026 ആഗസ്റ്റ് 27-ാം തീയതിയാണ്. പിറ്റേ ദിവസം വെള്ളിയാഴ്ച 28-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി പൗർണമി തിഥി അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വരമഹാലക്ഷ്മി വ്രതം നമ്മൾ ആചരിക്കുന്നത് അതിന് മുൻപ് വരുന്ന വെള്ളിയാഴ്ച, കണക്ക് പ്രകാരം വ്യാഴാഴ്ച, അതായത് ഓഗസ്റ്റ് 27-ാം തീയതിയാണ് പൗർണമി വരുന്നത്. അന്ന് വ്യാഴമാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് വരുന്ന വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 21-ാം തീയതി വെള്ളിയാഴ്ച. അന്നാണ് നമ്മൾ വരമഹാലക്ഷ്മി വ്രതമായിട്ട് ആചരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങണം. കഴിഞ്ഞ വർഷം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ വരമഹാലക്ഷ്മി വ്രതത്തിന് കലശം വെക്കേണ്ടതെന്നും ഇനി അതല്ല ഫോട്ടോ വെച്ചാണ് പൂജ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയുടെ ലിങ്കായിട്ടും ആ വീഡിയോ ആയിട്ടും ഞാൻ നമ്മുടെ പോസ്റ്റിൽ, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവരൊക്കെ അത് പോയി കണ്ട് വേണ്ട ആവശ്യമുള്ള വസ്തുക്കൾ നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, തൃതീയ തിഥി അവിട്ടം നക്ഷത്രം അതേപോലെ സൗഭാഗ്യ യോഗത്തോട് കൂടിയിട്ടാണ് വരുന്നത്. വെള്ളിയാഴ്ചയാണ്. അവിട്ടം നക്ഷത്രം രാഹു അധിപതിയായിട്ടുള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാഹുകാല പൂജയ്ക്കും വൈകിട്ട് വരുന്ന ശുക്രഹോര പൂജയ്ക്കും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം രാഹുകാല പൂജ എന്ന് പറയുമ്പം നമ്മൾ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുക. നാരങ്ങ ദീപം അമ്മയ്ക്ക് കൊളുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊളുത്തണം. ഇത് നമ്മൾ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ദേവിക്ക് നാരങ്ങ മാല ചാർത്തുന്നതോ നാരങ്ങ ദീപം കൊളുത്തുന്നതോ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം കൊണ്ടൊന്നും അതിൻ്റെ ഫലം കിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കൊളുത്തി അതിന് സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം ലഭിക്കും. ഇനി ആ രാഹുകാല സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല, വീടിനടുത്ത് ദേവീക്ഷേത്രം ഇല്ലാത്തവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുങ്കുമം ഒരു പാക്കറ്റ് മേടിക്കുക. നമ്മുടെ വീട്ടിലെ നിലവിളക്ക് 5 തിരി ഇട്ട് നെയ്യൊഴിച്ച് ഭദ്രദീപമായിട്ട് കൊളുത്തണം. ആ വിളക്കിന് ചുറ്റും ചുമന്ന കളറിലെ പൂക്കളുണ്ടെങ്കിൽ അതുകൊണ്ട് അലങ്കരിക്കാം. അങ്ങനെയല്ല, ചുമന്ന കളർ പൂക്കൾ നിങ്ങൾക്ക് ലഭിക്കാനില്ലെങ്കിൽ നമ്മളൊരു പീഠത്തിന് പുറത്തായിട്ട് റെഡ് കളറിലെ, ചുമപ്പ് കളറിലെ ഒരു തുണി വിരിച്ച് അതിന് മുകളിലായിട്ട് നിലവിളക്ക് വെച്ച് കൊളുത്തിയാൽ മതി. അതിനുശേഷം നമ്മൾ ദേവിക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കുങ്കുമം ഒന്നെങ്കിൽ ഒരു വാഴയിലയിലോ വെറ്റിലയിലോ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു പ്ലേറ്റിലോ നമ്മൾ ഇട്ടിട്ട് അത് അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് 27 പ്രാവശ്യം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ഈ ഒരു മന്ത്രം ചൊല്ലാം. വീട്ടിൽ ദേവീമാഹാത്മ്യമുള്ളവരാണെങ്കിൽ നാരായണീ സ്തുതി ഇതിന് പകരമായിട്ട് 3 പ്രാവശ്യം ജപിക്കണം. നാരായണീ സ്തുതി ഓരോ ശ്ലോകങ്ങളായിട്ടുള്ളതാണ്. അപ്പം ദേവീമാഹാത്മ്യത്തിലുണ്ടത് ഏറ്റവും
11-ാമത്തെ അധ്യായം അത് 3 പ്രാവശ്യം ജപിക്കണം. അങ്ങനെ അല്ലെങ്കിൽ സർവമംഗളമാംഗല്യേ തുടങ്ങുന്ന ശ്ലോകം നമ്മൾ 27 പ്രാവശ്യം ജപിച്ച് ദീപധൂപ ആരതി എടുത്ത് അമ്മയ്ക്കൊരു നാരങ്ങ സമർപ്പിച്ചാൽ മതി. നാരങ്ങ എന്ന് പറയുമ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കുത്തലുകളൊന്നും കൂടിയിട്ടില്ലാത്ത ഒരു നാരങ്ങ. അത് അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നോട്ടെ. അത് വെച്ചതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കേടാവാതെ ചീയാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ആണെന്നാണ് പറയുന്നത്. അതിന് പകരം അതിനെന്തെങ്കിലും കുത്തലുകളോ ചീയലുകളോ ഈ വാടി ഭയങ്കരമായിട്ട് അങ്ങ് ചൊങ്ങിപ്പോകുമല്ലോ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ രാഹുകാല സമയത്ത് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശുക്രഹോര സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യം. ശുക്രഹോര എല്ലാവർക്കും അറിയാം. വെള്ളിയാഴ്ച 6 to 7, ഉച്ചയ്ക്ക് 1 to 2, രാത്രി 8 to 9. ഇതിൽ ഏറ്റവും നല്ലത് 8 to 9 വരുന്ന ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ്. 8 to 9 ആ സമയത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകിട്ട് 6 മണി മുതൽ രാത്രി 9:30 ചെയ്യാം. ഈ സമയങ്ങളൊന്നും പറ്റില്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തമായ 3 മണി മുതൽ രാവിലെ ഒരു 8 മണിക്കുള്ളിൽ അതിൽ പെടുന്ന 6 to 7 വരുന്ന ശുക്രഹോര സമയം നമ്മുടെ നാട്ടിലെ സൂര്യ ഉദയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരല്പം മാറ്റമൊക്കെ വരും. പടിപൂജ ചെയ്യുന്നവർ പടിപൂജ ചെയ്യണം. പടിപൂജ ചെയ്യാത്തവരാണെങ്കിൽ പോലും വെറ്റിലയും വേപ്പിലയും കൊണ്ടുള്ള ഒരു തോരണം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ വെക്കണം. നല്ല മണമുള്ള ഒരു സാമ്പ്രാണിത്തിരി ഫ്രണ്ട് ഡോറിന് മുൻപിൽ കൊളുത്തണം. പറ്റുന്നവരൊക്കെ വീടിന് മുൻപിൽ കോലമിടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പൂജാമുറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കർക്കിടക മാസത്തിൽ വരയ്ക്കേണ്ടുന്ന കോലം 8 താമരപ്പൂവ്, ശ്രീവസ്ത കോലം, അതേപോലെ ഇരട്ടമീൻ, ഇതൊക്കെ നമുക്ക് വരയ്ക്കാം. ഇതിലേതെങ്കിലും ഒന്ന് വരച്ചാലും മതിയാവും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വടക്ക് കിഴക്ക് ഭാഗം ആ ഒരു അക്ഷയപാത്രം അവിടെ നമ്മൾ നിറച്ച് വെക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ ഏത് സമയത്താണോ പറ്റുന്നത് ആ സമയത്ത് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുകയാണ്. ലക്ഷ്മി പൂജ എന്ന് പറയുമ്പം അധികമായിട്ടൊന്നുമില്ല, ഫോട്ടോ വിഗ്രഹം ഒന്നും വേണമെന്നില്ല. അതുള്ളവർക്ക് അത് വെക്കാവുന്നതാണ്. അതിന് ശേഷമായിട്ട് 8 ഇതളുള്ള ഒരു താമരപ്പൂവ് നമ്മൾ വരയ്ക്കണം. 8 ഇതളുള്ള ഒരു താമരപ്പൂവ് വരച്ചിട്ട്, വരയ്ക്കാമെന്ന് പറയുമ്പോൾ മാക്കോലമായിട്ട് വരയ്ക്കണം. അതിന് ശേഷം ഒരു ബ്രാസ്, കോപ്പർ, വെറ്റില, വാഴയില, ഇതിലെന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതെടുക്കുക. അതിന് പുറത്തായിട്ട് പച്ചരി ഇടണം. നമ്മുടെ കയ്യിലുള്ള ഒരു സ്വർണം, അത് മൂക്കൂത്തിയാവാം, വളയാവാം, മാലയാവാം, കമ്മലാവാം, നാണയമാവാം, എന്തുമായിക്കൊള്ളട്ടെ, അത് ഒരെണ്ണം നമ്മൾ ദേവിക്ക് വെക്കുക. ദേവിയായി സങ്കല്പിച്ചുകൊണ്ട്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ധാന്യലക്ഷ്മിയെയും നമുക്ക് ഈ ഒരു കർക്കിടകം വരെ കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കിട്ടിയ സ്വർണങ്ങളൊക്കെ വെച്ച് പൂജ ചെയ്തു. 3-ാമത്തെ വെള്ളിയിൽ നമ്മൾ മഹാലക്ഷ്മിയെ ധനലക്ഷ്മിയായിട്ട്, സ്വർണ്ണലക്ഷ്മിയായിട്ടാണ് കണ്ട് പൂജിക്കുന്നത്. സ്വർണം കയ്യിലില്ലാത്തവർക്ക് വെള്ളി വെക്കാം. വെള്ളിയുടെ കൊലുസോ അരഞ്ഞാണവോ നാണയമോ ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാം. കൊലുസ്, അരഞ്ഞാണം പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നല്ല വൃത്തിക്ക് കഴുകി മഞ്ഞൾ കൊണ്ടും പാൽ കൊണ്ടും ശുദ്ധമാക്കി തുടച്ചെടുത്തിട്ട് വേണം വെക്കാൻ. ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നവർ നാണയങ്ങൾ, 1 രൂപയുടെയും 2 രൂപയുടെയും 10 രൂപയുടെയും 5 രൂപയുടെയും ഒക്കെ നാണയങ്ങൾ കയ്യിലുണ്ടാകുമല്ലോ, അത് വെക്കുക. ഇത് നമ്മൾ മഹാലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ ഡയമണ്ട് വെക്കാം. അതായത് സ്വർണത്തിലും വെള്ളിയിലും രത്നങ്ങളിലുമൊക്കെ ഉയർന്നു നിൽക്കുന്നതാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡയമണ്ട് സാക്ഷാൽ മഹാലക്ഷ്മിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പൂജ ചെയ്യുമ്പോൾ അതിന് വളരെയധികം ഫലമാണ്. പ്രത്യേകിച്ച് നമ്മൾ 8 ഇതൾ താമരപ്പൂ വരച്ച് പച്ചരി എന്ന് പറയുന്നത് എന്തും ആകർഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പച്ചരിക്ക് മുകളിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. ഇത് വെച്ചിട്ട് ലക്ഷ്മി ദേവിയുടെ കനകധാരാ സ്തോത്രം നമ്മൾ ജപിക്കണം. കനകധാരാ സ്തോത്രം എല്ലാവർക്കും അറിയാം. അംഗം ഹരേഹ പുളകഭൂഷണമാശ്രയന്തി എന്ന് തുടങ്ങുന്ന 21 സ്റ്റാൻസകൾ അടങ്ങിയതാണ് കനകധാരാ സ്തോത്രം. കനകധാരാ സ്തോത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. അത് ഒന്നെങ്കിൽ വെളുത്ത കളറിൽ പൂക്കൾ കൊണ്ട്, മുല്ലപ്പൂവ്, ചെമ്പകപ്പൂവ്, വെളുത്ത മുത്തുകൾ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഒറിജിനൽ പേള് അത് കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് അർച്ചന ചെയ്യാം. അല്ലെങ്കിൽ 21 റോസാപ്പൂക്കളുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ ഇതളുകളോ 21 താമരപ്പൂക്കൾ കിട്ടുമെങ്കിൽ അതുകൊണ്ടോ നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. അർച്ചന ചെയ്ത് ദീപധൂപ ആരതി കാണിച്ച് ഒരു പൈനാപ്പിളാണ് നമ്മൾ നിവേദ്യമായിട്ട് വെക്കേണ്ടത്. മുറിച്ച് വെക്കണം എന്നൊന്നുമില്ല, മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ
ഏറ്റവും മുകളിലത്തെ ആ കുടുമ പറിച്ചു കളഞ്ഞിട്ട് ആ ഒരു പൈനാപ്പിൾ അമ്മയ്ക്ക് നമ്മൾ നിവേദ്യം. ഇത് മാത്രം വെച്ചാൽ മതി. പൈനാപ്പിൾ കിട്ടാനില്ലാത്തവർക്ക് വെറ്റില പാക്ക്, പഴം, പാൽ പായസം, പാല് കാച്ചിയത്, നട്ട്സ്, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും വെക്കാം. ഇപ്പം പൈനാപ്പിളിൻ്റെ കൂടെ നട്ട്സ് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം, നിർബന്ധമൊന്നുമില്ല. ഒരു പൈനാപ്പിൾ മാത്രമായിട്ട് വെച്ചാലും മതിയാവും. ഇത് വെച്ച് അമ്മയോട് സർവ്വ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിക്കുക. ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. വളരെ നല്ല ഫലം നമുക്ക് ലഭിക്കും. നിങ്ങൾ യൂസ് ചെയ്യാത്ത സ്വർണ്ണമാണെങ്കിലും പിറ്റേ ദിവസം ശനിയാഴ്ച മുഴുവൻ നിങ്ങളുടെ ശരീരത്തിൽ ആ സ്വർണം ഉണ്ടായിരിക്കണം. ഇനി വെള്ളി നാണയങ്ങൾ അല്ലെങ്കിൽ നാണയങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം. സ്വർണം, ഡയമണ്ട്, വെള്ളിയുടെ അരഞ്ഞാണം, പാദസരം ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു ആഭരണം നിങ്ങൾ ധരിച്ചിരിക്കണം. അതിനുശേഷം അത് ഊരി വെച്ചോളൂ. പക്ഷേ ശനിയാഴ്ച ഒരു ദിവസം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മളിൽ ഉണ്ടായിരിക്കണം. മഹാലക്ഷ്മിയുടെ പൂർണ്ണ കടാക്ഷത്തിന് അത് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഫലം ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.